നമ്മൾ അനുഭവിക്കുന്ന ഈ ഇപ്പോഴില്ലേ നൗ, അത് സത്യത്തിലൊരു തെറ്റായ ധാരണയാണ്. നമ്മുടെ തലച്ചോറിൻ്റെ പരിമിതികൾ കാരണം 80 മില്ലി സെക്കൻഡുകൾക്ക് മുൻപ് കഴിഞ്ഞു പോയ ഒരു പഴയ റെക്കോർഡിംഗ് മാത്രമാണ് നമ്മുടെ പ്രസൻറ്റ് അഥവാ വർത്തമാനകാലം. അതായത് ഈ വീഡിയോ നിങ്ങൾ മൊബൈലിൽ കാണുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ 80 മില്ലി സെക്കൻഡ് കഴിഞ്ഞാണ് നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ അത്രയും സ്ലോ ഉണ്ട് റിയൽ വേൾഡുമായിട്ടും നമ്മുടെ ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ. 1380 കോടി വർഷങ്ങളുടെ ചരിത്രമുള്ള പ്രപഞ്ചത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന വർഗം കടന്നു വരുന്നത് യൂണിവേഴ്സൽ ക്ലോക്കിൻ്റെ അവസാനത്തെ ഒരൊറ്റ സെക്കൻഡിൽ മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ സകല ധാരണകളും തകർന്നടിയും. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് പുറത്തുവിട്ട പുതിയ രഹസ്യങ്ങളും നിങ്ങളുടെ രക്തത്തിലെ ഓരോ തുള്ളി ഇരുമ്പിനും പറയാനുള്ള കോടാനുകോടി വർഷങ്ങളുടെ ഭീകരമായ കഥയും തേടിയുള്ള ഈ യാത്ര ഒരുപക്ഷെ നിങ്ങളെ അസ്വസ്ഥമാക്കിയേക്കാം. പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു രഹസ്യം തേടി നമുക്ക് ജനുവരി 1-ാം തീയതി അർദ്ധരാത്രിയിലേക്ക് മടങ്ങിപ്പോണം. ഈ വിസ്മയകരമായിട്ടുള്ള യാത്രയുടെ അവസാനം നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാൻ നിങ്ങൾ ക്യൂരിയസ് ആണോ? നമ്മുടെ തലച്ചോറിന് ഉച്ചയ്ക്ക് എപ്പോൾ ഭക്ഷണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ 100 വർഷം എന്ന് പറഞ്ഞാൽ എത്ര വലുതാണെന്നോ ഒക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാകും. പക്ഷേ ഡീപ്പ് ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ നമ്മൾ മനുഷ്യൻ പണ്ടേ വീക്കാണ്. നമ്മൾ ശരിക്കും ഇന്നലെ, ഇന്ന്, നാളെ എന്നിവ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഭൂമിയിൽ പരിണാമപ്പെട്ടത്. ഹൃദയമിടിപ്പിൻ്റെ വേഗതയിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിലെ കാലാവസ്ഥാ മാറ്റത്തിലോ ഒക്കെയാണ് നമ്മുടെ ജീവിതം. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ പ്രായം എത്രയാണെന്ന് കണക്കാക്കുമ്പോൾ അത് ഏകദേശം 1382 കോടി വർഷത്തോളമാണെന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ നമ്മുടെ കൊച്ചു തലച്ചോറിൽ ഒതുങ്ങില്ല. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇത് ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി കാൾ സാഗൻ എന്ന് പറയുന്ന വ്യക്തി കോസ്മോസ് എന്ന് പറയുന്ന സീരീസിൽ സജസ്റ്റ് ചെയ്ത ഒരു വഴി ഉപയോഗിക്കുകയാണ്. അതാണ് കോസ്മിക് കലണ്ടർ. പ്രപഞ്ചമുണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കിയ ഏകദേശം കാര്യങ്ങളെല്ലാം ഒരു സാധാരണ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കലണ്ടറിലേക്ക് ഒന്ന് ചുരുക്കി വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഞാനിവിടെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ സപ്പോസ് ജനുവരി 1-ാം തീയതി കൃത്യം അർദ്ധരാത്രി 12 മണിക്ക് ബിഗ് ബാങ് നടക്കുന്നു, അതായത് പ്രപഞ്ചത്തിൻ്റെ തുടക്കമുണ്ടാകുന്നു. എന്നിട്ട് ഡിസംബർ 31 രാത്രി 11 മണി 59 മിനിറ്റ് 59 സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സ്കെയിലിലൂടെ നോക്കിയാലേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു സെക്കൻഡിൽ അത് നടന്നു, അതേ സെക്കൻഡിൽ മറ്റേത് നടന്നു എന്ന് പറയുമ്പോൾ അത് ഈ സാധാരണ സെക്കൻഡല്ല, കലണ്ടറിനകത്ത് നമ്മൾ ചുരുക്കിയ സെക്കൻഡാണ്. അതുകൊണ്ട് ഈ ഒരു സ്കെയിലിൽ നോക്കിയാൽ നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ആയുസ് എന്ന് പറയുന്നത് വെറും 0.15 കോസ്മിക് സെക്കൻഡ് മാത്രമാണ്. അതായത് ഒരു കണ്ണ് ചിമ്മുന്ന നേരം പോലും കോസ്മിക് കലണ്ടറിൽ ഇല്ല. സത്യം പറഞ്ഞാൽ ഈ കലണ്ടറിലെ ഒരു മാസം എന്ന് പറയുന്നത് ഏകദേശം 115 കോടി വർഷങ്ങളാണ്. ഒരു ദിവസം എന്ന് പറയുന്നത് 3,77,00,000 വർഷങ്ങളും ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 15,70,000 വർഷങ്ങളുമാണ്. ഒരു മിനിറ്റ് 26,000 വർഷവും. ഇനി നമുക്ക് ഈ യാത്രയുടെ ഓരോ നിമിഷവും വിശദമായിട്ട് കീറി മുറിച്ച് പരിശോധിക്കാം. ജനുവരി 1-ാം തീയതി അർദ്ധരാത്രി കൃത്യം 12 മണിക്ക് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മുടെ അറിവിൽ നമ്മൾ ബിഗ് ബാങ് എന്ന് വിളിക്കുന്നത്. ഇത് ശൂന്യതയിൽ നടന്നൊരു പൊട്ടിത്തെറി അല്ല, മറിച്ച് സ്പേസ് ടൈം ഇറ്റ്സെൽഫ് എക്സ്പാൻഡ് ചെയ്യുന്നൊരവസ്ഥയാണ്. ഇതിൻ്റെ ആദ്യത്തെ നിമിഷത്തെ പ്ലാങ്കറ എന്ന് ഗവേഷകർ വിളിക്കുന്നു. ഇവിടെ നമ്മുടെ ഇന്നത്തെ ഫിസിക്സിൻ്റെ നിയമങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നായി ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊരു സമയം. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലവിലുള്ള മാത്തമാറ്റിക്സിന് അത് ഡീകോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അതിവേഗത്തിലുള്ള വികാസം സംഭവിച്ചു. ഇത് പ്രപഞ്ചത്തെ ഒരേപോലെ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിച്ചുവെങ്കിലും അവിടെ ഇവിടെയുള്ള ചില ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് ബാക്കിയുണ്ടായിരുന്നു. സോ നമ്മുടെ കഥയിൽ ഈ ഒരു ഫ്ലക്ച്വേഷൻസ് ആണ് പിന്നീട് ഗാലക്സികളായി മാറിയത് എന്ന് കാണാം. പക്ഷേ അതൊക്കെ സംഭവിക്കുന്നതിന് മുൻപ് ആദ്യത്തെ 3 മിനിറ്റിനുള്ളിൽ തന്നെ ഹൈഡ്രജനും ഹീലിയവും പോലെയുള്ള മൂലകങ്ങളുടെ ന്യൂക്ലിയസ് പ്രപഞ്ചത്തിൽ രൂപപ്പെട്ടു. ഇതിനെയാണ് ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസ് എന്ന് ഗവേഷകർ വിളിക്കുന്നത്. പക്ഷേ പ്രപഞ്ചം അപ്പോഴും അന്ധകാരത്തിലായിരുന്നു. കാരണം വെളിച്ചത്തിന് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം അതൊരു ചൂടുള്ള പ്ലാസ്മ സൂപ്പ് പോലെ ഇരുന്നു. ജനുവരി 1-ാം തീയതി 12 മണി 14 മിനിറ്റ് ആയപ്പോൾ, അതായത് ബിഗ് ബാങ് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ 3,80,000 വർഷം കഴിഞ്ഞ സമയത്താണ് പ്രപഞ്ചമൊന്ന് തണുക്കുന്നത്. ഇതോടുകൂടി ഇലക്ട്രോണുകൾ പ്രോട്ടോണുകളുമായി ചേർന്ന് ആറ്റങ്ങൾ രൂപപ്പെട്ടു. അങ്ങനെ വെളിച്ചത്തിന് ആദ്യമായി സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ളൊരു വഴി തുറന്നു.
ഇങ്ങനെ പുറത്തേക്ക് വന്ന ബിഗ് ബാങ്ങിന് ശേഷമുള്ള ആദ്യത്തെ തിളക്കമാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ എവിടേക്ക് നോക്കിയാലും ഒരു റേഡിയേഷൻ നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. ബിഗ് ബാങ് സംഭവിച്ചു എന്നതിന് നമ്മുടെ കൺമുന്നിലുള്ള ഏറ്റവും സ്ട്രോങ് ആയൊരു പ്രൂഫാണ് CMB, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്. മാത്രമല്ല, നമ്മുടെ പഴയ ടെലിവിഷനുകളിൽ ദൂരദർശൻ്റെ ആൻറ്റിന കണക്ട് ചെയ്യുമ്പോൾ വരുന്ന പൊരിച്ചിലില്ലേ, അതിൻ്റെ ഉള്ളിലെ ചില വെട്ടലുകളൊക്കെ തന്നെ CMB ഡിറ്റക്റ്റ് ചെയ്യുന്നതിലൂടെയാണെന്ന് പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് എ സോളിഡ് പ്രൂഫ് ഫോർ ബിഗ് ബാങ്. ഇതിനുശേഷം പ്രപഞ്ചം വീണ്ടും ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് കടന്നു. സയൻറ്റിഫിക്കലി ഡാർക്ക് ഏജസ് എന്ന് വിളിക്കുന്നു. അതായത് നക്ഷത്രങ്ങളൊന്നുമില്ലാത്ത ശൂന്യമായൊരവസ്ഥ. പക്ഷേ നമ്മുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് വന്നതോടെ നമ്മൾ ഈ ഡാർക്ക് ഏജസിൻ്റെ ഡ്യൂറേഷനിൽ അപ്ഡേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ഈ കലണ്ടർ പ്രകാരം ഫെബ്രുവരിയിലോ മാർച്ചിലോ ആണ് ആദ്യത്തെ നക്ഷത്രങ്ങൾ ഉണ്ടായത് എന്നാണ്. പക്ഷേ ജെയിംസ് വെബ് കണ്ടെത്തിയത് ജനുവരി 3 തന്നെ പ്രപഞ്ചം ഉണർന്നു എന്നാണ്. ജനുവരി 3-നും 5-നും ഇടയിൽ പോപ്പുലേഷൻ 3 എന്ന് വിളിക്കുന്ന ആദ്യകാല അതിഭീമൻ നക്ഷത്രങ്ങൾ അവിടെ ഉണ്ടായി. കാരണം യൂണിവേഴ്സ് നിറച്ച് ഹൈഡ്രജൻ ഉണ്ട്. സോ അവ ഗുരുത്വാകർഷണം മൂലം കൂടിച്ചേർന്നു. അങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്ന സ്റ്റാർസിന് സൂര്യനേക്കാൾ 100 കണക്കിന് മടങ്ങ് മാസും വലിപ്പവും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, വലിപ്പം കൂടുന്തോറും വളരെ പെട്ടെന്ന് ഹൈഡ്രജൻ ഫ്യൂഷൻ നടന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അധികകാലം ഇത്തരം നക്ഷത്രങ്ങൾ ജീവിക്കില്ല. അങ്ങനെ അവ കത്തിത്തീർന്ന് ഭയങ്കരമായിട്ടുള്ള സൂപ്പർനോവ സ്ഫോടനങ്ങൾ ഉണ്ടായി. അങ്ങനെ ഈ ഒരു പൊട്ടിത്തെറിയിലാണ് അവയുടെ വളരെ ഫാസ്റ്റായിട്ടുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമുണ്ടായ കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങൾ ഫസ്റ്റ്ലി നമ്മുടെ യൂണിവേഴ്സിലേക്ക് വിതറപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ആറ്റവും ജനുവരി ആദ്യവാരത്തിൽ നടന്ന ഈ സ്ഫോടനത്തിൽ പാകം ചെയ്യപ്പെട്ടവയാണ്. ഇതേ സമയത്ത് തന്നെയാണ് ആദ്യത്തെ ബ്ലാക്ക് ഹോളും രൂപപ്പെടുന്നത്. നക്ഷത്രങ്ങൾ അവയുടെ സ്വന്തം ഭാരത്താൽ തകർന്ന് സ്പേസിലേക്ക് ഇടിച്ച് താന്ന് തുളകളായി മാറുന്നൊരവസ്ഥയാണ്. ചിലപ്പോൾ സ്പേസിലെ 2 പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വേം ഹോളുകളും അന്ന് രൂപപ്പെട്ടിട്ടുണ്ടാവാം എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. പക്ഷേ ബ്ലാക്ക് ഹോൾ ഉണ്ട് എന്നുള്ളത് പോലെയുള്ള സോളിഡ് എവിഡൻസ് വേം ഹോളിൻ്റെ കാര്യത്തിൽ കിട്ടിയിട്ടില്ല. അതൊരു മാത്തമാറ്റിക്കൽ സ്പെക്കുലേഷൻ മാത്രമാണ്. ജനുവരി 8 ആയപ്പോഴേക്കും ആദ്യത്തെ ഗാലക്സികൾ രൂപപ്പെട്ടു. ജെയിംസ് വെബ് കണ്ടെത്തിയ ജെയ്ഡ്സ് GS Z40 എന്ന ഗാലക്സി ഈ സമയത്ത് ഉണ്ടായതാണ്. ഇതിൻ്റെ കൂടെ തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമുള്ള വസ്തുക്കളായ ക്വാസാറുകളും ഉണ്ടായി. ഇവ ഗാലക്സികളുടെ നടുവിലുള്ള ഭീമൻ ബ്ലാക്ക് ഹോളുകൾ ചുറ്റുമുള്ള ഗ്യാസ് വിഴുങ്ങുമ്പോഴുണ്ടാകുന്ന ശക്തമായിട്ടുള്ള ലൈറ്റാണ്. ജനുവരി 15 ആയപ്പോൾ ന്യൂട്രോൺ സ്റ്റാറുകളും മാഗ്നറ്റ് സ്റ്റാറുകളും പ്രപഞ്ചത്തിൽ നിറഞ്ഞു. ന്യൂട്രോൺ സ്റ്റാറിൻ്റെ 1 ടീസ്പൂൺ ക്വാണ്ടിറ്റി നമ്മൾ എടുത്താൽ എവറസ്റ്റ് പർവ്വതത്തിനേക്കാൾ ഭാരമുള്ള ഒരു വസ്തുവായിട്ട് അതിനെ മനസ്സിലാക്കാം. അത്തരം നക്ഷത്രങ്ങളാണ് ന്യൂട്രോൺ സ്റ്റാറുകൾ. ഇവയിൽ ചിലത് മാഗ്നറ്റ് സ്റ്റാറായിട്ട് മാറിയിട്ട് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തമായ കാന്തിക ബലമുള്ള വസ്തുക്കളായിട്ടുണ്ട്. ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഗാലക്റ്റിക് കൺസ്ട്രക്ഷൻ പീരീഡാണ്. കോടിക്കണക്കിന് ഗാലക്സികൾ കൂട്ടിയിടിക്കുകയും ലയിക്കുകയും പുതിയ നക്ഷത്രങ്ങളെ ഉണ്ടാക്കുകയും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മുടെ ആകാശഗംഗ അഥവാ മിൽക്കി വേ മെല്ലെ രൂപപ്പെട്ടു വരുന്നൊരു ടൈമാണ്. ഒരു മെയ് 15 ആയപ്പോഴേക്കും മിൽക്കി വേക്ക് അതിൻ്റെ ഇപ്പോഴത്തെ ഡിസ്കിൻ്റെ രൂപം കൈവന്നു. എന്നാൽ ഏപ്രിൽ മാസമായപ്പോൾ കോസ്മിക് നൂൺ എന്ന് വിളിക്കുന്ന ഒരു ഘട്ടം എത്തിച്ചേർന്നു. അന്ന് നക്ഷത്രങ്ങൾ ജനിക്കുന്ന വേഗത ചരിത്രത്തിലെ ഏറ്റവും ആക്സിലറേറ്റഡ് ടൈമാണ്. ജൂലൈ മാസത്തിൽ ഗാലക്സികൾക്കിടയിൽ നക്ഷത്രങ്ങളില്ലാതെ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിയുന്ന റോഗു പ്ലാനറ്റുകൾ അഥവാ അനാഥരായ ഗ്രഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കോടിക്കണക്കിന് എണ്ണം ഉണ്ടാകാം എന്ന് കരുതപ്പെടുന്നു. അതായത് ഒരു നക്ഷത്രത്തിനും ചുറ്റാതെ ചുമ്മാ നടക്കുന്ന ഗ്രഹങ്ങൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സെപ്റ്റംബർ 9 നമ്മുടെ കലണ്ടർ നോക്കുമ്പോൾ സൂര്യൻ ജനിക്കുന്നുണ്ട്. അതായത് പ്രപഞ്ചമുണ്ടായി 900 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് സൂര്യൻ്റെ ജനനം. അതായത് സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളിലും ഒക്കെ പലതരത്തിലുള്ള എലമെൻറ്റ്സ് കാണാം. സൂര്യനിൽ പ്രധാനമായിട്ടും ഹൈഡ്രജനും ഹീലിയുമാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഭൂമി ഉൾപ്പെടെ ഒരുപാട് മൂലകങ്ങളുണ്ട്. അതെങ്ങനെ വന്നു? അതായത് പണ്ട് പൊട്ടിത്തെറിച്ച് നക്ഷത്രങ്ങൾ വിതറിയ പല വസ്തുക്കൾ പിന്നെയും നക്ഷത്രങ്ങളായി പിന്നെയും പൊട്ടിത്തെറിച്ച് വന്ന് ചെറിയ ചെറിയ നക്ഷത്രങ്ങളായിട്ട് രൂപപ്പെടുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കാം സൂര്യനുണ്ടായത്. അപ്പോൾ സൂര്യന് മുമ്പ് വേറൊരു നക്ഷത്രം പൊട്ടിത്തെറിച്ച് അതിൽ നിന്നുള്ള മൂലകങ്ങളും ബാക്കി വന്ന ഹൈഡ്രജനും ഹീലിയവും ഒക്കെ പല ക്ലൗഡുകളായി പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്ത് നിറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ടായ ഭാഗത്താണ് നെബുലകളിൽ നിന്നും സൂര്യൻ രൂപപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഹൈഡ്രജനും കുറച്ച് ഹീലിയം ഒക്കെ ചേർന്ന് സൂര്യനുണ്ടായി. ബാക്കിയുള്ള മൂലകങ്ങൾ സൂര്യന് ചുറ്റും പ്രോട്ടോ പ്ലാനറ്റുകളായിട്ട് രൂപപ്പെടുകയും ആദ്യത്തെ കുറേ ഗ്രഹങ്ങളിൽ നല്ല കട്ടിയുള്ള മൂലകങ്ങൾ നിലനിൽക്കുകയും ബാക്കി ഹൈഡ്രജനും ഹീലിയം വാഷ് ഔട്ടായിട്ട് ഔട്ടർ പ്ലാനറ്റുകൾ ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് കാൽക്കുലേഷൻ. ഇതിനെല്ലാത്തിനെയും കുറിച്ച് ഈ സീരീസിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ഓരോന്നായിട്ട് സംസാരിക്കും വീണ്ടും. ഓക്കെ, സൂര്യൻ്റെ ജനനത്തിന് ശേഷം ബാക്കിയായ പൊടിപടലങ്ങളിൽ നിന്നാണ് ഗ്രഹങ്ങൾ രൂപപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. സെപ്റ്റംബർ 14 നമ്മുടെ ഭൂമി രൂപപ്പെടുന്നുണ്ട്. പക്ഷേ അന്നത്തെ ഭൂമി തിളച്ചു മറിയുന്ന ഒരു നരകഗോളമാണ്. ഏകദേശം നമ്മുടെ കലണ്ടറിൽ അന്ന് തന്നെ തെയ എന്ന് വിളിക്കുന്ന ചൊവ്വയുടെ വലിപ്പമുള്ള ഒരു ഗ്രഹം വഴിമാറി വന്ന് ഭൂമിയിലിടിച്ച് ആ ഇടിയിൽ നിന്ന് തെറിച്ചുപോയ കഷ്ണങ്ങൾ ചേർന്ന് ചന്ദ്രൻ ഉണ്ടാകുന്നുണ്ട്.
ചന്ദ്രൻ ഉണ്ടായത് തേയ എന്ന് പറയുന്ന ഗോളം ഭൂമിയിൽ കൂട്ടിയിടിച്ചാണ് എന്നതിന് ഒരുപാട് പ്രൂഫുണ്ട്. അത് ഭൂമിയുടെയും ചന്ദ്രൻ്റെയും കോമ്പോസിഷൻ, ചന്ദ്രനിലെ ഡിഫറൻറ്റ് കോമ്പോസിഷൻസ്, ചന്ദ്രൻ്റെയും ഭൂമിയുടെയും പഴക്കം, ഇതിലൊക്കെ തന്നെ നമുക്ക് പ്രൂഫ് കാണാൻ പറ്റും. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ചന്ദ്രൻ്റെ ഉദയം. ചന്ദ്രൻ ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിലെ ദിവസങ്ങൾക്ക് വെറും 6 മണിക്കൂർ മാത്രമേ ദൈർഘ്യം ഉണ്ടാകുമായിരുന്നുള്ളൂ. അതായത് ഭൂമി ഉണ്ടായ സമയത്ത് ഭൂമി സ്വയം തിരിഞ്ഞിരുന്നത് വെറും 6 മണിക്കൂർ കൊണ്ടാണ്. പക്ഷേ ചന്ദ്രൻ്റെ ക്രമേണയുള്ള ഒരു ഇടപെടലും ടൈഡൽ ലോക്കിംഗ് എന്ന് പറയുന്ന പ്രതിഭാസമൊക്കെ കാരണമാണ് ഭൂമിയുടെ സ്വയം കറക്കം സ്ലോ ആയി ഇന്ന് കാണുന്ന 24 മണിക്കൂർ സൈക്കിൾ എത്തുന്നത്. മാത്രമല്ല നമ്മുടെ അന്തരീക്ഷം കൂടുതൽ സ്റ്റേബിൾ ആവുന്നതും കാലാവസ്ഥ സ്റ്റേബിൾ ആവുന്നതും ഒക്കെ ചന്ദ്രനുള്ളതുകൊണ്ടാണ്. സെപ്റ്റംബർ 21 ഭൂമിയിലെ ആദ്യത്തെ ജീവൻ രൂപപ്പെടുന്നുണ്ട്. കടലിൻ്റെ അടിയിലെ ചൂട് നീരറവകളിൽ നിന്നും രാസപ്രവർത്തനങ്ങളിലൂടെ ആദ്യത്തെ കോശം രൂപപ്പെടുന്നുണ്ട്. ജീവൻ എന്നത് പ്രപഞ്ചത്തിൽ എവിടെയും സംഭവിക്കാവുന്ന ഒരു സാധാരണ പ്രതിഭാസമാണെന്ന് ഏർലി എർത്തിൻ്റെ പീരീഡിൽ പ്രോട്ടോ എർത്തിൽ നിന്ന് ഭൂമി ഇന്ന് കാണുന്ന രീതിയിലേക്ക് തണുക്കുന്നതിനിടയിൽ ജീവൻ ഉണ്ടായതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒക്ടോബർ 29 ഓക്സിജൻ വിപ്ലവം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈ ഓക്സിജൻ വിപ്ലവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ വിപ്ലവം നടക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് ഓക്സിജൻ ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കുന്ന ജീവികളായിരുന്നില്ല, കുഞ്ഞു ജീവികളായിരുന്നില്ല. പക്ഷേ അവയിൽ ചെറിയ കുറച്ചെണ്ണം ജീവികൾക്ക് മ്യൂട്ടേഷൻ ഉണ്ടാവുകയും അവ വെള്ളത്തെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റാനും ആരംഭിച്ചു. അതിനുവേണ്ടി സൂര്യപ്രകാശത്തെ ഉപയോഗിക്കാൻ തുടങ്ങി. അവയാണ് സയാനോ ബാക്ടീരിയകൾ. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ബൈ പ്രോഡക്റ്റായിട്ട് ഓക്സിജൻ പുറത്തുവിടും. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിറഞ്ഞതോടുകൂടി ഓക്സിജനെ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത എല്ലാ ജീവജാലങ്ങളും, അന്ന് വരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും കൂട്ടവംശഹത്യ സംഭവിച്ചു. ഇത് സത്യത്തിൽ പുതിയൊരു വലിയ വിഭാഗം ജീവജാലങ്ങളെ വളർത്തിയെടുത്തുവെങ്കിലും ഇന്നും സയാനോ ബാക്ടീരിയകൾ എന്ന് പറയുന്ന ജീവികൾ ഭൂമിയിൽ വലിയ തോതിൽ ഓക്സിജൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്ന തെളിവായി നിലനിൽക്കുന്നുണ്ട്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന ആരാ? മരങ്ങളല്ല, കടലിൽ കാണപ്പെടുന്ന സയാനോ ബാക്ടീരിയകളാണ്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്സിജൻ ഇല്ലാതെ തീ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് കോസ്മിക് കലണ്ടറിലെ ഒക്ടോബർ 29 മുൻപ് പ്രപഞ്ചത്തിൽ എവിടെയും നമ്മൾ കാണുന്ന തരത്തിലുള്ള തീ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. നവംബർ 9 കോംപ്ലക്സ് ആയിട്ടുള്ള കോശങ്ങൾ രൂപപ്പെടുന്നു. മൈറ്റോകോൺട്രിയ നമ്മുടെ കോശങ്ങളിലേക്ക് കയറിപ്പറ്റുന്നു. നവംബർ പകുതിയോടെ ഭൂമിയുടെ ഉള്ളിലെ അതിഭയങ്കരമായ മർദ്ദത്തിൽ കാർബൺ കല്ലുകൾ വജ്രങ്ങളായിട്ട് മാറുന്നു. പ്രപഞ്ചത്തിൽ വജ്രങ്ങൾ നിറഞ്ഞ മറ്റു ഗ്രഹങ്ങൾ ഉണ്ട് എന്ന് ഇപ്പോൾ നമുക്കറിയാം. ചില നക്ഷത്രങ്ങൾ മരിച്ചു കഴിഞ്ഞ് തണുക്കുമ്പോൾ അവ മുഴുവനായും വജ്രമായി മാറാറുണ്ട്. എന്തായാലും നമ്മുടെ കലണ്ടറിലെ ഡിസംബർ മാസം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഭൂമിയിൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ ജീവികൾ ഉണ്ടായിരുന്നില്ല. ഡിസംബർ 17 കാംബ്രിയൻ എക്സ്പ്ലോഷൻ നടക്കുന്നു. ഇതോടെ സമുദ്രങ്ങളിൽ ജീവികൾ നിറഞ്ഞ് കണ്ണ്, പല്ല്, തലച്ചോറ് എന്നിവയൊക്കെ തന്നെ പരിണമിച്ചുണ്ടാവും. ഈ കാലത്താണ് ഡിസംബർ 20 അറൗണ്ട് ചെടികൾ കരയിലെത്തുന്നതും ഭൂമി പച്ചപ്പണിഞ്ഞു തുടങ്ങുന്നതും. ഡിസംബർ 21 ഷഡ്പദങ്ങൾ ഉണ്ടാകുന്നു. ഡിസംബർ 24 പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വംശനാശം നടക്കുന്നു. ഇതിനെയാണ് പെർമിയൻ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുന്നത്. 96% ജീവികളും അന്ന് ചത്തുപോയ ചാരത്തിൽ നിന്നാണ് ഡൈനോസറുകൾ ഉണ്ടാകുന്നത്. ഡിസംബർ 25 മുതൽ 30 വരെയുള്ള നമ്മുടെ കലണ്ടർ പീരീഡിലെ വലിയൊരു സമയം ഡൈനോസറുകൾ ഭൂമി അടക്കി വാഴുകയാണ്. നമ്മൾ മനുഷ്യനുണ്ടായിട്ട് ഇപ്പോഴും കുറച്ച് മിനിറ്റുകളെ കലണ്ടറിലായിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. ഡിസംബർ 30 രാവിലെ 6 മണിക്കാണ് ചിക്സ്ലബ് എന്ന് പറയുന്ന ആസ്ട്രോയിഡ് വന്നിടിച്ച് ഡൈനോസറുകൾ കൂട്ടത്തോടെ ഇല്ലാതാകുന്നത്. ഡിസംബർ 31 രാവിലെ 6:05 ആദ്യകാല കുരങ്ങുകൾ ഉണ്ടാകുന്നുണ്ട്. രാത്രി 8:10 നമ്മുടെ പഴയ പൂർവികരിൽ നിന്ന് ചിമ്പാൻസികളും നമ്മൾ വേർപെടുന്നു. രാത്രി 10:30 ഹോമോ ഇറക്ടസ് തീ ഉപയോഗിക്കാൻ പഠിക്കുന്നു. രാത്രി 11:52 ആധുനിക മനുഷ്യനായ ഹോമോ സാപ്പിയൻസ് ഭൂമിയിലൂടെ 2 കാലിൽ നടക്കുന്നു. അവസാനത്തെ 1 മിനിറ്റിലേക്ക് വരാം. രാത്രി 11:59 20 സെക്കൻഡ് ആയപ്പോഴാണ് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. മാത്രമല്ല 59 മിനിറ്റ് 35 സെക്കൻഡ് ആയപ്പോൾ എഴുത്ത് വിദ്യ കണ്ടുപിടിച്ചു. അവസാനത്തെ 49 സെക്കൻഡിൽ പിരമിഡുകൾ പണിതു. അവസാനത്തെ 55 സെക്കൻഡിൽ ജീസസ് ജനിക്കുന്നു. 11:59 58 സെക്കൻഡിൽ അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചിട്ട് ഏറ്റവും അവസാനത്തെ അതായത് 59ാമത്തെ സെക്കൻഡിലാണ് വ്യാവസായിക വിപ്ലവം, ലോകമഹായുധങ്ങൾ, മനുഷ്യൻ ചന്ദ്രന് കാലുകുത്തുന്നു, ഇൻ്റർനെറ്റ് കണ്ടുപിടിക്കുന്നു, നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, എല്ലാം സംഭവിക്കുന്നു. ആക്ച്വലി നമ്മൾ ഈ വീഡിയോ കാണുന്നത് അവസാനത്തെ 0.1 സെക്കൻഡിനുള്ളിലാണ്. 1380 കോടി വർഷത്തെ ഈ യാത്രയിൽ നമ്മൾ വെറും 1 സെക്കൻഡ് പോലുമില്ലാത്ത അതിഥികൾ മാത്രമാണ്. ഒരു 365 ദിവസത്തെ കലണ്ടറിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഏറ്റവും അവസാനം മാത്രം നടന്ന് നീങ്ങുന്ന ജീവികളാണ്. പക്ഷേ അവസാനത്തെ 1 സെക്കൻഡിൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. ആറ്റം പിളർന്നു, DNA രഹസ്യം കണ്ടെത്തി. പ്രപഞ്ചത്തിന് അതിനെക്കുറിച്ച് തന്നെ ഒരു ബോധമുണ്ടാകുന്നത് നമ്മളിലൂടെയാണ്. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ അവസാനത്തിലല്ല. നമ്മുടെ കലണ്ടർ ഒരിക്കലും അവസാനിക്കില്ല. ഒരുപക്ഷെ ഇനി നമുക്കൊരു കോസ്മിക് കലണ്ടറിൽ 1 സെക്കൻഡൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കണ്ടുപിടിക്കും? ഈ പാഠം നൽകുന്നത് വളരെ വലിയ വിനയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ വെറും സ്റ്റാർ ഡസ്റ്റ് അല്ല എന്നും
നമ്മൾ ചിന്തിക്കുന്ന സ്റ്റാർ ഡസ്റ്റ് ആണെന്നും ഈ പ്രപഞ്ചം ഇത്രയും കോടി വർഷം കാത്തിരുന്നത് നമ്മൾ ആകാശത്തേക്ക് നോക്കി ഇതെന്ത് അത്ഭുതമാണ് എന്ന് ചോദിക്കാനും വേണ്ടിയാണെങ്കിലോ ആ ചോദ്യമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ എനർജി. സത്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ശ്വസിക്കുന്ന ഓരോ ഓക്സിജൻ ആറ്റത്തിനും 200 കോടി വർഷത്തെ പഴക്കമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ അയൺ ആറ്റത്തിനും 1000 കോടി വർഷം പഴക്കമുണ്ട്. നമ്മൾ ഓരോരുത്തരും ശരിക്കും പുരാതനമായ ഒരു അത്ഭുതമാണ്. അവസാനത്തെ ഈ ഒരു സെക്കൻഡ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ അടുത്ത ഒരു സെക്കൻഡിൽ മനുഷ്യൻ എവിടെ എത്തും? മറ്റ് ഗ്രഹങ്ങളിൽ പോകാം, ചിലപ്പോൾ മിൽക്കി വേ കോൺകർ ചെയ്യാം. സോ കോസ്മിക് കലണ്ടർ ഈസ് എ റിയലൈസേഷൻ. നമ്മൾ എവിടെ നിന്ന് വന്നു എന്നും എങ്ങോട്ടാണ് പോകുന്നത് എന്നും ഒക്കെ നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാനും ജിജ്ഞാസയിലൂടെ പ്രപഞ്ചത്തെ കണ്ടെത്താനുമുള്ള നമ്മുടെ ശ്രമങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടി ഈ കലണ്ടറിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന എപ്പിസോഡുകളിൽ ഈ കലണ്ടറിനെ ബേസ് ചെയ്ത് തന്നെ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും അനാവരണം ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല ഹൗ ടു ബിൽഡ് എ സയൻറ്റിഫിക് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ മിസ്ഇൻഫർമേഷൻ നിറഞ്ഞ കാലഘട്ടത്തിൽ എങ്ങനെ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും പ്രാപ്തരാകാം എന്നതിനെ അടിസ്ഥാനമാക്കി ഞാനൊരു കോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ യൂസ്ഫുൾ ആവുന്ന ഒരു ടൂൾ കിറ്റായിട്ട് അത് മാറും. സോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. കണ്ടിരുന്നതിന് നന്ദി.